സ്വാഗതം ടോപ് 10ലേക്ക്. പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിൽ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു കേന്ദ്ര സർക്കാർ. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞൊന്നും തണുപ്പിക്കില്ല പാറ്റാക്കൂട്ടങ്ങളുടെ പ്രതിഷേധത്തെ. ചർച്ചകൾക്കായി തങ്ങൾ ആരുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഒന്നുമില്ല. ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരാണോ പങ്കെടുക്കുന്നത് അവർ ഇങ്ങ് ജന്തർ മന്ദറിലെത്തണം. നടാടെ തുടച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും തലസ്ഥാനത്തെയും തലപ്പത്തിരിക്കുന്നവരെയും പിടിച്ചു കുലുക്കി പെറ്റുപെരുകുന്നു സമരാവേശം ഒട്ടും ചോരാത്ത ഈ പാറ്റാക്കൂട്ടം. തൊഴിലില്ലാത്ത പരാത ജീവികളല്ല, മറിച്ച് അധികാരധാർഷ്ട്യത്തെയും അഴിമതിക്കാരെയും കാർന്നു തിന്നില്ലാതാക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രതിഷേധ മുന്നേറ്റത്തിൻ്റെ തീപ്പൊരികളാണ് തങ്ങളെന്ന് തെളിയിക്കുകയാണ് ഇവർ ഇന്ന് ഈ 3ാം ദിവസവും ഈ രാത്രിയിലും. വിശദമായി തന്നെ പരിശോധിക്കാം എന്താണ് ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്നത് എന്ന തലക്കെട്ടുകളിലേക്ക്. सदन की मर्यादा को नहीं बनाना चाहते तो सदन की कार्रवाई नहीं चलेगी. നീറ്റ് ക്രമക്കേടിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടും മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു പ്രതിപക്ഷം. വാർത്താസമ്മേളനത്തിൽ പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി. CJPയുടെ പേരെടുത്തു പറയാതെ സമരത്തിന് പിന്തുണ. ജന്തർ മന്ദറിൽ സമരം ശക്തമാക്കി CJP. ചർച്ചയ്ക്കായി ആരുടെയും ഓഫീസിലേക്കും വീട്ടിലേക്കുമില്ലെന്ന് കോക്രോച്ച് പാർട്ടി. പോലീസ് നടപടിയിൽ ഡൽഹി പോലീസിനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ച ഡൽഹി ഹൈക്കോടതി. സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ BJP. നാളെ KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. സംസ്ഥാനത്തെ പോലീസ് സംവിധാനം പൂർണ്ണ പരാജയമെന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നിതിൻ രാജ് കേസിൽ പ്രതി റാമിന് ജാമ്യം ലഭിക്കാൻ സാഹചര്യം ഒരുക്കിയെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായി ഗൂഢാലോചന നടന്നുവെന്നും കോടതി. പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്നും കോടതിയുടെ വിമർശനം. നിതിന്റെ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പുതിയ അന്വേഷണ സംഘം. ഗവൺമെന്റ് എടുത്ത നിലപാടെന്താ? അമുസ്ലിങ്ങളായ ആളുകളെ വെച്ചുകൊള്ളാമെന്നാണ്. കാരണം അത് ഗവൺമെന്റ് പാസാക്കിയ നിയമമല്ലേ. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന് സമ്മതിച്ചത് കഴിഞ്ഞ സർക്കാർ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പിണറായി വർഗീയത പരത്തുന്നുവെന്ന് വിമർശനം. അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറെന്ന് ഹൈക്കോടതിയിൽ ആവർത്തിച്ച് സർക്കാർ. മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം നുണയെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ്. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം മുസ്ലിം ലീഗിനെന്ന് വഖഫ് ചെയർമാൻ KS ഹംസ. ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന SIT റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറി DGP. റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയത് റവാഡ ചന്ദ്രശേഖറുടെ ശുപാർശയോടെ. MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തൃശൂരിൽ BJPക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ജില്ലാ ഓഫീസ് ജീവനക്കാരൻ PS അക്ഷയ്. തിരഞ്ഞെടുപ്പിന് മുൻപ് 17 ചാക്കുകളിലായി 25 കോടി രൂപ വന്നതായി ആരോപണം. സംഘടനാ സെക്രട്ടറി സുരേഷ് മുരളി കുളങ്ങാട്ടും അഡ്വക്കേറ്റ് KK അനീഷ് കുമാറും ഉൾപ്പെടെയുള്ളവർ ഫണ്ട് മുക്കിയെന്നും ആരോപണം തള്ളി BJP ജില്ലാ നേതൃത്വം. അക്ഷയ് താൽക്കാലിക ജീവനക്കാരനെന്നും സ്വഭാവ ദൂഷ്യത്താൽ പുറത്താക്കിയിരുന്നുവെന്നും വിശദീകരണം. സ്ത്രീകൾക്ക് രാത്രികാല യാത്രയ്ക്ക് ഇനി KSRTCയുടെ പിങ്ക് ബസ്. ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത്. സർവീസ് വൈകിട്ട് 6 മുതൽ രാത്രി 10:45 വരെ. ആദ്യ സർവീസ് തമ്പാനൂർ മുതൽ ടെക്നോ പാർക്ക് വരെ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിൽ തുടക്കം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 126 അംഗ സംഘം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയെ ഏന്തുന്നത് ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് മീരാബായ് ചാനു.
ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചാൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചിലവായത് $37.5 ബില്യൺ എന്ന് കണക്ക്. സൈനിക ശക്തി കൂട്ടാൻ അധിക ഫണ്ട് ആവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടം. എതിർപ്പുമായി ഡെമോക്രാറ്റ് സെനറ്റർമാർ. പ്രവാസി ഇന്ത്യക്കാർ കുവൈറ്റ് സർക്കാർ നൽകുന്ന മാർഗരേഖ അനുസരിക്കണമെന്ന് ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപാഠി. സ്റ്റോറി ഓഫ് ദി ഡേ: വീട്ടുമുറ്റത്ത് വിളയിച്ച മറുനാടൻ മധുരം. ഒടുവിൽ കേന്ദ്ര സർക്കാർ വഴങ്ങി. നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് തയ്യാർ. എന്നാൽ മന്ത്രിസ്ഥാനത്ത് ധർമ്മേന്ദ്ര പ്രധാൻ തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന നിലപാടിൽ പ്രതിപക്ഷം കറുത്ത വസ്ത്രമണിഞ്ഞാണ് ഇന്ന് പാർലമെന്റിൽ എത്തിയത്. ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെട്ടു. വനിതാ അംഗത്തോട് മര്യാദ വിട്ട് സംസാരിച്ചതിന് തൃണമൂൽ അംഗം കല്യാൺ ബാനർജിയെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. വർഷകാല സമ്മേളനത്തിന്റെ 3-ാം ദിനവും പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കറുത്ത വസ്ത്രമണിഞ്ഞെത്തിയ കോൺഗ്രസ് അംഗങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധമുയർത്തി. പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നീറ്റ് ക്രമക്കേടിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. എല്ലാ കക്ഷി നേതാക്കളുമായി സംസാരിച്ച് എപ്പോൾ വേണമെങ്കിലും ചർച്ച നടത്താമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വ്യക്തമാക്കി. नीट पेपर लीक का चर्चा के लिए पूरी तरह से तैयार है और हमने पहले दिन से कहा है जब चर्चा होती है तो किसी नियम के तहत होना पड़ता है और इसका व्यवस्था बनाना पड़ता है. പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിലും വഴങ്ങാൻ തയ്യാറാകാതെ പ്രതിപക്ഷം വീണ്ടും സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ വസതി ഉപരോധിച്ച രാഹുൽ ഗാന്ധിക്കെതിരായ പോലീസ് നടപടിയിലും പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചു. എന്നാൽ രാഹുലിന്റെ നടപടി രാഷ്ട്രീയ മര്യാദയ്ക്ക് ചേർന്നതല്ല എന്ന് BJP അംഗങ്ങളും വിമർശിച്ചു. അതേസമയം വനിതാ അംഗത്തോട് മര്യാദ വിട്ട് സംസാരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി തൃണമൂൽ MP കല്യാൺ ബാനർജിയെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ഈ സമ്മേളന കാലയളവിലേക്കാണ് നടപടി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കോക്രോച്ച് പാർട്ടിയുടെ സമരവേദിക്ക് സമീപം ഇപ്പോൾ ഈ രാത്രിയിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ്. സൻസദ് മാർഗിലാണ് കല്ലേറുണ്ടായത്. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണു, ഇന്നിപ്പോൾ കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധ പരിപാടികളുമൊക്കെയായി പകൽ കടന്നുപോയി. കൂടുതൽ പേർ സമരവേദിയിലേക്ക് അടക്കം എത്തുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ രാത്രി ഈ ഒരു നിമിഷം എന്താണ് സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക്, പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം? കോക്രോച്ച് പാർട്ടി സമരം നടത്തുന്ന ജന്തർ മന്ദിറിന് പുറത്ത് സൻസദ് വേദിയിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിട്ടുള്ളത്. ഇതിൽ ഈ സമരത്തിൽ പങ്കെടുത്ത് പോകുന്ന വിദ്യാർത്ഥികളും പോലീസും തമ്മിലാണ് സംഘർഷം ഉണ്ടായിട്ടുള്ളത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ വിദ്യാർത്ഥികൾ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് പോലീസ് അതിശക്തമായി തന്നെ ഈ സമരക്കാരെ നേരിടുകയും നിലവിൽ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും സമരക്കാരെ അവിടെ നിന്ന് പോലീസ് ലാത്തി വീശി ഓടിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വലിയ സംഘർഷമാണ് തന്ത്രപ്രധാന മേഖലയിൽ. രാജ്യ തലസ്ഥാനത്ത് പാർലമെന്റിനോട് ചേർന്നിട്ടാണ് ഈ ജന്തർ മന്ദിറിന് പുറത്തുള്ള വേദിയിലാണ് ഈ സൻസദ് മാർഗ്. ആ സൻസദ് മാർഗിലാണ് ഇപ്പോൾ രാത്രി സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ജന്തർ മന്ദിറിന് ചുറ്റും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസും ഒപ്പം അർദ്ധസൈനിക വിഭാഗവും ഏർപ്പെടുത്തിയിരുന്നു. അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ കൂടുതലായി എത്തിച്ചുകൊണ്ട് ഈ ഇവിടേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആളുകളെയും പ്രത്യേകം പരിശോധന നടത്തുകയും അനിഷ്ട
അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള വലിയ ക്രമീകരണങ്ങൾ സുരക്ഷാ സേന നടത്തിയിരുന്നു. അതിനിടയിലാണ് ഈ സമരവേദിക്ക് പുറത്ത് ഇപ്പോൾ സൻസദ് മാർഗിൽ തീർച്ചയായും ജിഷ്ണു, ഈ സംഘർഷ വേദിയിലേക്ക് അല്ലെങ്കിൽ ജന്തർ മന്ദറിന്റെ പരിസരത്തേക്കൊക്കെ കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ യുവജനങ്ങൾ എത്താതിരിക്കാനായി മെട്രോകളടക്കം നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതി പകലൊക്കെ നമ്മൾ കണ്ടതാണ്. വൈകിട്ട് അതെല്ലാം മാറ്റുകയും ചെയ്തു, ആ ബാനെല്ലാം മാറ്റുകയും ചെയ്തു. മെട്രോകൾ ഓടി തുടങ്ങി കൂടുതൽ പേർ ഈ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഈ മേഖലകളിലേക്ക് വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതൊക്കെ മാറ്റിയൊരു സാഹചര്യത്തിലാണോ കൂടുതൽ പേർ ഇങ്ങോട്ട് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം? ഇപ്പോൾ ഈ ഒരു സംഘർഷം, ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം കൂടുതൽ ആളുകൾ, കൂടുതൽ വിദ്യാർത്ഥികൾ, കൂടുതൽ പ്രക്ഷോഭകരൊക്കെ ആ മേഖലയിലേക്ക് വിന്യസിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. മെട്രോ സ്റ്റേഷനുകൾ അടച്ചുവെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷമുള്ള ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. വലിയ രീതിയിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ജന്തർ മന്ദറിലേക്ക് ഒഴുകി എത്തുകയാണ്. അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകളും എത്തുന്നു. അതുകൊണ്ട് തന്നെ വലിയ കരുതലോടുകൂടിയായിരുന്നു സുരക്ഷാ സേന ഡൽഹിയിലെ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. കാരണം വിദ്യാർത്ഥികൾക്ക് നേരെ അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്നും നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ സമരവേദിയിലല്ല, പകരം സമരവേദിക്ക് പുറത്ത് സൻസദ് മാർഗിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു സംഘർഷത്തിന് തുടക്കമായത് എന്ന് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പോലീസ് നൽകുന്ന വിവരം മാത്രമാണ് നിലവിൽ നമുക്ക് മുൻപിലുള്ളത്. ഈ സമരവേദിയിൽ നിന്ന് പോവുകയായിരുന്ന വിദ്യാർത്ഥികൾ, ഈ സമരക്കാർ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പോലീസിന്റെ ലാത്തി ഉൾപ്പെടെ പിടിച്ചു വാങ്ങിക്കൊണ്ട് സുരക്ഷാ സേനയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിന് പിറകെ അതിശക്തമായി പോലീസ് പ്രതികരിച്ചു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതിനപ്പുറം മറ്റെന്തെങ്കിലുമാണോ സംഭവിച്ചിട്ടുള്ളത്? ഈ വിദ്യാർത്ഥികളെ പോലീസ് അകാരണമായി ആക്രമിക്കുകയാണോ എന്നുള്ളത് സംബന്ധിച്ചെല്ലാം തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും നിലവിൽ സൻസദ് മാർഗിലാണ് ഈ ഒരു വലിയ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥികളെ, ഈ സമരക്കാരെ, പ്രതിഷേധക്കാരെ അതിശക്തമായി തന്നെ പോലീസ് വീണ്ടും നേരിട്ടിരിക്കുകയാണ്. നിരവധി തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട്. ഒടുവിൽ ഇവിടെ നിന്ന് സമരക്കാരെ മാറ്റുന്നതിനായി ലാത്തി ചാർജ് പ്രയോഗിച്ചുകൊണ്ടാണ് പോലീസ് നീക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഡൽഹി പോലീസ് നൽകിയിരുന്ന നിർദ്ദേശം ഈ ജന്തർ മന്ദറിനകത്തുള്ള സമരത്തിനപ്പുറത്തേക്ക്, ജന്തർ മന്ദറിന് പുറത്തേക്ക് പോലീസിന്റെ അനുവാദമില്ലാതെ സമരം കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ആ നിർദ്ദേശങ്ങളെല്ലാം ഇപ്പോൾ മറികടന്നിരിക്കുകയാണ്. ജന്തർ മന്ദറിന് പുറത്തേക്ക് ഈ സംഘർഷം വ്യാപിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു. സൻസദ് മാർഗിൽ, അതായത് ഈ സമര പന്തലിനൊക്കെ പുറത്ത് സൻസദ് മാർഗിലാണ് ഇപ്പോൾ ഈ സംഘർഷത്തിന് ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഈ സമരവേദിയിൽ നിന്ന് തിരിച്ചു പോവുകയായിരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രക്ഷോഭകരെ പോലീസ് നേരിടുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പോലീസുകാർക്ക് നേരെ കല്ലേറുണ്ടായി, ലാത്തി പിടിച്ചു വാങ്ങിക്കാൻ പ്രക്ഷോഭകർ ശ്രമിച്ചു. ഇതൊക്കെയാണ് ഒരു ഏറ്റുമുട്ടലിലേക്ക് വഴിതെളിച്ചതായി സൂചിപ്പിക്കുന്ന കാരണങ്ങൾ. എന്തായാലും ഈ ഒരു രാത്രി വീണ്ടും സംഘർഷഭരിതമാകുമോ തലസ്ഥാനം എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്, ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. പോലീസ് പ്രക്ഷോഭകരെ നേരിടുന്ന കാഴ്ചകൾ, ദൃശ്യങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് റിപ്പോർട്ടുകളിൽ കൂടി കടക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും സമരം കടുപ്പിക്കുമെന്നും പാർട്ടികൾ വ്യക്തമാക്കുകയാണ്. ജന്തർ മന്ദർ ഉൾപ്പെടെ ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. PSF ഉൾപ്പെടെ കേന്ദ്രസേനയെ കൂടുതൽ വിന്യസിച്ചു. പാർലമെന്റ് മാർച്ചിൽ ഉണ്ടായ സംഘർഷത്തിൽ 6 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നിയമ നടപടി ശക്തമാക്കുമെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഇന്ന് പകൽ നടന്ന സംഭവവികാസങ്ങൾ ഉൾപ്പെടുത്തി ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം കൂടുതൽ ശക്തമാവുകയാണ്. ഇവിടേക്ക് കൂടുതൽ വിദ്യാർത്ഥികളും യുവാക്കളും എത്തുന്നു. ജന്തർ മന്ദിറിലെ ഈ സമരവേദിയിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. അത്രയധികം വിദ്യാർത്ഥികൾ എത്തുന്നു. കൂടാതെ സമരവേദിയിൽ അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ സമരവേദിയിലുണ്ട്. നേരത്തെ പോലീസ് പൊളിച്ചു കളഞ്ഞ സമരവേദിയാണ് സമരക്കാർ വീണ്ടും തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അവിടെ അഭിജിത് ദീപ്കെ ഉൾപ്പെടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളുണ്ട്. കൂടാതെ ഈ ജന്തർ മന്ദിറിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വൻതോതിൽ വിദ്യാർത്ഥികളും യുവാക്കളും എത്തുന്നു. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ സമരമുണ്ട്. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ഡൽഹിയിൽ ശക്തമാവുകയാണ്. നിലവിൽ കേന്ദ്ര സർക്കാരിന് മുൻപിലേക്ക് വെച്ചിട്ടുള്ള 3 ആവശ്യങ്ങൾ: വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, കൂടാതെ സോനം വാങ്ചുക്കിന്റെ അടിയന്തര മോചനം, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം. ഈ 3 ആവശ്യങ്ങളിലും അടിയന്തര തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി വ്യക്തമാക്കുന്നത്. ഇനി പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെയുള്ള കടുത്ത സമര നടപടികൾ വീണ്ടും ഉണ്ടാകുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയും മുന്നറിയിപ്പ് നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ നടപടികൾ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. ജന്തർ മന്ദിറിന് ചുറ്റുമുള്ള മേഖലകളിലേക്ക് കൂടുതൽ പോലീസും കേന്ദ്ര സേനയും എത്തിയിട്ടുണ്ട്.
ക്ഷമിക്കണം 20 കമ്പനിയിലധികം കേന്ദ്രസേനയാണ് ഇപ്പോൾ ഡൽഹിക്ക് ചുറ്റും അധികമായി വിന്യസിച്ചിട്ടുള്ളത്. കൂടാതെ CRPF, ഡൽഹി പോലീസ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഇവിടെയെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹിയിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും മറികടന്ന് ശക്തമായ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, ഈ കേസ് പ്രക്ഷോഭകർക്കെതിരെ കേസെടുത്തിരുന്നു, ആ കേസുകളെല്ലാം പിൻവലിക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയുക തുടങ്ങിയ ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ അത് നടപ്പിലാക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ്. എന്തായാലും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് ആവർത്തിച്ചു കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാം. സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ സന്ദർശിച്ച് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളോട് സർക്കാർ ഒരിക്കലും അനീതി കാണിച്ചിട്ടില്ല. ചോദ്യപേപ്പർ ചോർച്ചയുടെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും കർശന നടപടിയെടുത്തിട്ടുണ്ടെന്നും JP നദ്ദ പറഞ്ഞു. इस पर चर्चा करनी चाहिए और चर्चा करने का जो सबसे अच्छा माध्यम है वो है सदन, वो है पार्लियामेंट, और हम चर्चा के लिए तैयार हैं. गहन चर्चा हो, गहन चर्चा के माध्यम से इसकी बारीकियों में हम जाएं. What are the factors which are leading to for paper leak? Who are the people involved? And how the central government has responded? हमने किस तरीके से, जब हमारे ध्यान में कोई पेपर लीक आया है तो हमने किस तरीके से इसको एड्रेस किया है. എന്തായാലും ആ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം, അതായത് ഈ പ്രക്ഷോഭകർക്കെതിരെ എടുത്ത കേസുകൾ പൂർണ്ണമായും പിൻവലിക്കാതെ താൻ നിരാഹാര സമരം അവസാനിപ്പിക്കില്ല എന്ന് സോനം വാങ്ചുക് വ്യക്തമാക്കിയതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിലടക്കം വിശദീകരണവുമായി കേന്ദ്ര സർക്കാരിനെ ഇന്നിപ്പോൾ കടന്നാക്രമിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് എന്നത് എല്ലാവർക്കും വ്യക്തമായി എന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ മാത്രം രാജ്യത്ത് 152 ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിലൊരൊറ്റ പ്രതി പോലും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും കുട്ടികളെ തല്ലിച്ചതച്ചവർക്കെതിരെ നടപടി വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. The thing that is very clear to everybody is that our education system, which was known to be one of the best education systems in the world, is today a rigged system. പാർലമെന്റ് മാർച്ച് നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ ഡൽഹി പോലീസിനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചു ഡൽഹി ഹൈക്കോടതി. പോലീസിന്റെ അതിക്രമം സംബന്ധിച്ച ഹർജികൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ നടപടി. കേസിൽ രൂക്ഷമായ വാദപ്രതിവാദമാണ് ഹർജിക്കാരന്റെ അഭിഭാഷകനും അഡീഷണൽ സോളിസിറ്റർ ജനറൽ S. രാജുവും തമ്മിലുണ്ടായത്. പോലീസ് അതിക്രമത്തിൽ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടുവെന്നും ആണിയടിച്ച ലാത്തികൾ ഉപയോഗിച്ചായിരുന്നു പോലീസിന്റെ മർദ്ദനമെന്നും ഹർജിക്കാരുടെ അഭിഭാഷകർ വാദിച്ചു. പ്രതിഷേധക്കാർ അക്രമാസക്തരായിരുന്നുവെന്നും പോലീസുകാർ സാധാരണക്കാർക്കും പരിക്കേറ്റുവെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ S. രാജു കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രതിഷേധത്തിനിടെ നരനായാട്ടാണ് പോലീസ് നടത്തിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. MP-മാരുടെ ക്രൂരമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അറസ്റ്റ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെയും AICCയുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ MP-യുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ കർണാടക മുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, നമ്മുടെ മന്ത്രി ശ്രീ വിശ്വനാഥും നമ്മുടെ MP-മാരും ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കിയത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ലീഗും കോൺഗ്രസും ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രമന്ത്രിയുമായി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സമഗ്ര ശിക്ഷാഭിയാൻ പദ്ധതി പ്രകാരം ലഭിക്കാനുള്ള 1500 കോടി രൂപ ഉടൻ അനുവദിക്കണമെന്നും SSK ഫണ്ട് PM ശ്രീയുമായി ബന്ധിപ്പിക്കരുതെന്നും മന്ത്രി കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. PM പോഷൻ പദ്ധതിയിൽ കേരളം സഹകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കോൺക്ലേവിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച.
തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ കുത്തിയിരിപ്പ് സമരത്തിൽ പ്രതിഷേധിച്ചാണ് BJPയുടെ മാർച്ച്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് വനിതാ പ്രവർത്തകയുടെ മുഖത്തടിച്ചെന്ന് BJP ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് കലാപ നീക്കം നടത്തിയെന്നാരോപിച്ച് BJP നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. KPCC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയെ ആക്രമിക്കാനുള്ള ശ്രമമാണ് ഡൽഹിയിൽ നടന്നത്. രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കാൻ കോൺഗ്രസിനെ സമ്മതിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പനും സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകയെ പോലീസ് മുഖത്തടിച്ചെന്ന് BJP ആരോപിച്ചു. ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാരനെതിരെ ഇന്ന് ശക്തമായ നടപടിയെടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. ബാരിക്കേഡ് മറിച്ചിട്ട് KPCC ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതായും BJP അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച കൊച്ചിയിൽ സിനിമാ താരങ്ങളും എഴുത്തുകാരും ഗായകരും ഒത്തുകൂടി. ചലച്ചിത്ര നടൻ ജോജു ജോർജ്, എഴുത്തുകാരായ NS മാധവൻ, KR മീര, സംവിധായകരായ ആഷിഖ് കപൂർ, മഹേഷ് നാരായൺ, റാപ്പർ വേടൻ, രഞ്ജിനി ഹരിദാസ് തുടങ്ങിയവരാണ് CGPക്ക് പിന്തുണ അറിയിച്ച് കൊച്ചിയിൽ നടന്ന പരിപാടികളിൽ പങ്കെടുത്തത്. ഡൽഹിയിൽ നടക്കുന്ന CJP പ്രതിഷേധത്തിന് പിന്തുണയുമായി എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സിൽ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. നാട്ടിൽ നടക്കുന്നത് അടിയന്തരാവസ്ഥയാണെന്നും പ്രതികരിച്ച യുവജനങ്ങൾക്ക് കയ്യടി നൽകുന്നുവെന്നും നടൻ ജോജു ജോർജ് പറഞ്ഞു. കുട്ടികളെ തലതിൽ പൊളിക്കുക, ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ, ഒപ്പോസിഷൻ ലീഡറെ പുല്ലുപോലെടുത്തുകൊണ്ട് വാഴ്ത്തിടുക, ഇതൊരു അടിയന്തരാവസ്ഥ തന്നെയാണ് തീർച്ചയായിട്ടും. അതിനെതിരെ ആദ്യം ബോധത്തോടു കൂടി പ്രവർത്തിച്ച നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾക്കാണ് കയ്യടി. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് സംവിധായകൻ ആഷിഖ് കപൂർ പറഞ്ഞു. ചെറുതും വലുതുമായ വലിയ രീതിയിലുള്ള പിന്തുണ രാജ്യത്ത് നടക്കുന്ന ഈ വിദ്യാർത്ഥി വേട്ടയ്ക്കെതിരെ ഉയർന്നു വരേണ്ടതുണ്ട്. നിയമവ്യവസ്ഥ നിലനിർത്താനുള്ള സർക്കാരിൻ്റെ അധികാരങ്ങൾ വളരെ പരിമിതമായിരിക്കണം. അത് നിയമാനുസൃതമായിരിക്കണം, അത് ആനുപാതികമായിരിക്കണം. പക്ഷെ ഇന്നിവിടെ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും അതിലേറെ പ്രതീക്ഷയുമുണ്ട്. ജനാധിപത്യം എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ മൂല്യം തിരിച്ചറിയുന്ന ഒരു യുവത്വം ഇപ്പോഴും ബാക്കിയുണ്ടെന്നും അവർ മുതിർന്ന ആളുകളെ കൈപിടിച്ച് തെരുവിലൂടെ ജനാധിപത്യത്തിൻ്റെ വീഥികളിലൂടെ നയിക്കുവാൻ ശേഷിയുള്ളവരാണെന്നും തിരിച്ചറിയുന്നതിൻ്റെ അഭിമാനവും സന്തോഷവുമാണിത്. It's the revolution. If you don't know, you about to know. Yeah, I'm about to tell them how it goes when I say Kranti. Yeah, it's the revolution. Yo, Shanti. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചി പനമ്പള്ളി നഗർ സെൻട്രൽ പാർക്കിൽ നടന്ന പരിപാടിക്ക് റാപ്പർ വേടൻ നേതൃത്വം നൽകി. ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദി എന്ന് വിളിച്ച് വീട്ടിലിരിക്കുന്ന തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരാണ് ഇതിനെതിരെ വന്ന് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ കാര്യമാക്കേണ്ട, കുട്ടികളുടെ ആവശ്യം വളരെ ട്രാൻസ്പെറന്റ് ആണ്, അത് എത്രയും വേഗം നിറവേറണം. പരിപാടിയിൽ റാപ്പ് ഗായകർക്കൊപ്പം നിരവധി ആക്ടിവിസ്റ്റുകളും പങ്കെടുത്തു. വെടികൊണ്ടു നേടിയതെല്ലാം ചുടുകാട്ടിലാറിത്തണുക്കും, കാടുപൂക്കും കാലം വരും വരെ കാവലായിരിക്കും നമ്മൾ നാടിന് കാതലായിരിക്കും. അമൃത ന്യൂസ്, കൊച്ചി. പണത്തിന് മീതെ പരുന്ത് പറന്നു തുടങ്ങിയോ എന്ന് സംശയം. പക്ഷെ അങ്ങനെയല്ല, പണത്തിന് മീതെ ഇപ്പോഴും പരുന്ത് പറക്കില്ല. ആ അവസ്ഥ തുടരുന്നുവെന്നാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തെ ഹൈക്കോടതി സൂചിപ്പിച്ചത്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം അന്വേഷണം ഏറ്റെടുത്തു. SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. ഒന്നാം പ്രതി ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അനുമതിക്കായി തലശ്ശേരി കോടതിയിൽ അപേക്ഷ നൽകി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം ഏറ്റെടുത്തിരിക്കുകയാണ്.
മലപ്പുറം SP MP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. കണ്ണൂരിലെത്തിയ സംഘം മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഒന്നാം പ്രതി ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അനുമതിക്കായി തലശ്ശേരി SC/ST കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കോടതി ഉത്തരവ് പ്രകാരം നടപടികൾ പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. റിക്വസ്റ്റ് കോടതിയിലുണ്ട്, അത് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. കിട്ടുന്നതാണ്. എല്ലാ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ആ സമയത്ത് പോലീസ് മെൻഷൻ ചെയ്തില്ല എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുന്ന കൂടിയാണ് ഒരു റീ അറസ്റ്റിന് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് കഴിഞ്ഞാൽ ഒരു പുതിയ ടീം നോക്കുന്ന സ്ഥിതിക്ക് ആദ്യം എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലേ, അതിന് പുറമെ മറ്റ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കും. എന്തെങ്കിലും അവർക്ക് ഫർദറായിട്ട് എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡോക്ടർ റാമിനെ വിട്ടയച്ചതിൽ ആഭ്യന്തര വകുപ്പിന് കടുത്ത അതൃപ്തിയാണുള്ളത്. നടപടികൾ പാലിക്കാതെയും പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാതെയുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇതാണ് വിട്ടയക്കാൻ കാരണം. സംഭവത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. സംസ്ഥാനത്തെ പോലീസ് സംവിധാനം പൂർണ്ണ പരാജയമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ഡോക്ടർ റാമിന് ജാമ്യം ലഭിച്ചതിൽ പോലീസ് ഒത്തുകളിച്ചുവെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. റാമിന് കീഴടങ്ങാൻ പോലീസ് അവസരമൊരുക്കി. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന അവസ്ഥയാണോ എന്ന് കോടതി ചോദിച്ചു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്ത നടപടിയിലെ നിയമപരമായ വീഴ്ചകളിലാണ് പോലീസിനെയും സർക്കാരിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത്. സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യം നിഷേധിച്ച പ്രതി ഡോക്ടർ റാമിന് തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ പോലീസിനെ രൂക്ഷമായി വിമർശിച്ചത്. അറസ്റ്റിലാകുന്ന പ്രതിക്ക് കാരണം കാണിച്ച് നോട്ടീസ് നൽകണമെന്ന BNSSലെ നടപടിക്രമം പോലീസ് കൃത്യമായി പാലിച്ചില്ലെന്ന ഒറ്റ കാരണത്താലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ജാമ്യം നൽകേണ്ടി വന്നത്. പോലീസ് റാമിന് മലയാളത്തിൽ നോട്ടീസ് നൽകി ഒത്തുകളിച്ചത് കൊണ്ടാണ് കോടതിക്ക് ജാമ്യം നൽകേണ്ടി വന്നതെന്ന് ഹൈക്കോടതി വിമർശിച്ചു. പ്രതിക്ക് അറിയാവുന്ന ഭാഷയിൽ വേണം നോട്ടീസ് നൽകാൻ. മലയാളം അറിയാത്ത ഡോക്ടർ റാമിന് മലയാളത്തിൽ നോട്ടീസ് നൽകിയതാണ് പോലീസ് വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഡോക്ടർ റാമിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സെഷൻസ് കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും പോലീസ് ഗൂഢാലോചന നടത്തി റാമിന് ജാമ്യം ലഭിക്കാൻ അവസരം നൽകിയെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന് തെളിഞ്ഞതായി കോടതി പറഞ്ഞു. അന്വേഷണ സംഘത്തെ മാറ്റി തടിയൂരാമെന്ന് വിചാരിക്കേണ്ടെന്നും റാമിനെ സഹായിച്ച ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം നടത്തി നടപടി വേണമെന്നും കോടതി വ്യക്തമാക്കി. പോലീസ് സംവിധാനം പൂർണ്ണ പരാജയമെന്നും 15 വർഷമായി ഇങ്ങനെ ഒരു ജാമ്യം കേട്ടിട്ട് കൂടിയില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. ഡോക്ടർ റാമിന് ജാമ്യം ലഭിച്ചത് ചൂണ്ടിക്കാട്ടി നിതിൻ രാജിന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് പോലീസിനെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം. അമൃത ന്യൂസ്, കൊച്ചി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉടൻ നിയമിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. ബോർഡ് പുനഃസംഘടിപ്പിക്കും വരെ 2 അമുസ്ലിം അംഗങ്ങളെ നിയമിച്ച് പ്രവർത്തനങ്ങൾ നടത്തിക്കൂടെ എന്ന് കോടതി ചോദിച്ചു. അമുസ്ലിം അംഗങ്ങളെ നിയമിച്ച് വഖഫ് ബോർഡ് സമഗ്രമായി പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനമെന്ന് സർക്കാർ മറുപടിയും നൽകി. തുടർന്ന് വ്യക്തത വരുത്തി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതി സാവകാശം നൽകി. അർദ്ധ ജുഡീഷ്യൽ പ്രവർത്തനങ്ങൾക്ക് ബോർഡിന് വിലക്കില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വഖഫ് നിയമപ്രകാരം 2 അമുസ്ലിം അംഗങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തേണ്ട നിയമപരമായ ബാധ്യത സർക്കാരിനുണ്ട്. നിയമം പാലിക്കാതെ ജുഡീഷ്യൽ അധികാരം ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഹർജിയിലാണ് ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിപ്പിച്ചത്. ഇതിനെതിരെ ബോർഡ് സുപ്രീം കോടതിയിൽ പോയെങ്കിലും വിജയിച്ചില്ല. പ്രവർത്തനം മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവിന്റെ അവസാന വരി സുപ്രീം കോടതി നീക്കം ചെയ്തെങ്കിലും ബോർഡിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തി. ഈ സാഹചര്യത്തിലാണ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതിനു പുറമെ കഴിഞ്ഞ LDF സർക്കാരും ഇക്കാര്യം കോടതിയിൽ സമ്മതിച്ചിരുന്നെന്നും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അക്കാര്യം മറച്ചുവെച്ച് വർഗീയത പടർത്തുകയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത നിലപാടെന്താ? അമുസ്ലിങ്ങളായ ആളുകളെ വെച്ചുകൊള്ളാമെന്നാണ്. കാരണം അത് ഗവൺമെന്റ് പാസ്സാക്കിയ നിയമമല്ലേ അത് ഞങ്ങളല്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞത് ഈ അമുസ്ലിങ്ങളായ ആളുകളെ പിന്നീട് വെച്ചുകൊള്ളാം എന്ന് ഉത്തരവിൽ തന്നെ ഉണ്ട്. പിണറായി സർക്കാർ ഇറക്കിയ ഉത്തരവ് നിങ്ങൾ വായിച്ചു നോക്ക്. ആ ഉത്തരവിലുണ്ടത്. സർക്കാർ എടുത്ത നിയമപരമായ നിലപാട് തന്നെയാണ് വഖഫ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 2 അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന നിയമം രാജ്യത്ത് നിലവിലുള്ളപ്പോൾ
അതിനെതിരെ സർക്കാരിനോ കോടതിക്കോ നിലപാടെടുക്കാനാവില്ല. നിയമം പാലിച്ച് നടപടിയെടുക്കുമെന്നും വഖഫ് ബോർഡിനെതിരെയുള്ള ഹർജി തള്ളണമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. ഇന്നത്തെ ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ലീഗിനാണ്. ലീഗ് പെറ്റീഷൻ പിൻവലിക്കണം, അത് മാന്യതയാണ്. കുടത്തിൽ നിന്നും ഭൂതത്തെ തുറന്നുവിട്ടത് ലീഗാണെന്നും അന്തിമ ഉത്തരവ് വരുന്നതുവരെ നിയമനം നടത്തരുതെന്നും KS ഹംസ ആവശ്യപ്പെട്ടു. ലീഗ് വഖഫ് ഭരിക്കുന്നു, ലീഗ് തന്നെ ഈ വിഷയം പുറത്തോട്ട് കൊണ്ടുവരുന്നു, ലീഗ് തന്നെ അത് കോടതിയിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നു, അതോടനുബന്ധിച്ച് മറ്റ് PLA ഒപ്പം വരുന്നു. എന്നിട്ട് ലീഗ് ഉത്തരവ് പാലിക്കും വഖഫ് ബോർഡ് ഭരിക്കുന്ന ആ ഗവൺമെൻറ്റിൻ്റെ AG കോടതിയിൽ പറയുന്നു സെക്ഷൻ 14 അനുസരിച്ച് പൂർണ്ണമായ തോതിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. വഖഫുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം നുണയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ്. ഹർജി സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നതേയുള്ളൂവെന്നും ഡേറ്റ് പോലും ഇട്ടിട്ടില്ല എന്നും P. രാജീവ് പറഞ്ഞു. സർക്കാരിന്റെ കേസ് കോടതിയിൽ നിൽക്കുമ്പോൾ തന്നെ അത് തള്ളിയെന്ന് മുഖ്യമന്ത്രി ആധികാരികമായി പറയുന്നു. മുസ്ലിം വിശ്വാസം കൈകാര്യം ചെയ്യുന്ന ബോർഡിനകത്ത് മുസ്ലിമുകളെ പാടുള്ളൂ, അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നും രാജീവ് കൂട്ടിച്ചേർത്തു. ഇത് സുപ്രീം കോടതി കൺസിഡർ ചെയ്യാൻ പോവല്ലേ, ഡേറ്റ് ഇട്ടിട്ട് പോലും ഇല്ല. കേരളം അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഗവൺമെന്റ് അതിൽ കക്ഷിയാകാൻ വഖഫ് ബോർഡിലെ അമുസ്ലിം നിയമനം പ്രതിഷേധാർഹമെന്ന് കേരള മഹല്ല് കൂട്ടായ്മ. ഭരണകക്ഷിയുടെ ഭാഗമായ മുസ്ലിം ലീഗിന് ഈ നിലപാടിനോട് എങ്ങനെ യോജിക്കാൻ സാധ്യമാകുമെന്നും അംഗങ്ങൾ ചോദിക്കുന്നു. സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഈ മാസം 24-ന് മുഴുവൻ മഹല്ലുകളിലും പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. മതന്യൂനപക്ഷങ്ങളെയും മുഴുവൻ മതേതര വിശ്വാസികളെയും ഞെട്ടിക്കുന്നതുമാണ്. ഇവിടുത്തെ ഒരു ഹിന്ദുവിനും വഖഫിന്റെ ഭരണ സംവിധാനത്തിൽ ഞങ്ങളും ഭാഗമാകണമെന്നൊരു താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഹിന്ദു സമൂഹത്തിന്റെ ആഗ്രഹമല്ല, കേരളത്തിലെ ഭരണകക്ഷിയുടെ ഭാഗം